കുവൈത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയാദുസ്സാലിഹീൻ ഫാമിലി ഗ്രൂപ്പ് ജൂലൈ 19 സംസ്ഥാനതല ഖുർആൻ മനപ്പാഠ മത്സരം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ലോഗോ പ്രകാശനം നടന്നു. ജീവകാരുണ്യ പ്രവർത്തകനും വ്യാപാരിയുമായ ഷാജഹാൻ രാജധാനി ലോഗോ പ്രകാശനം ചെയ്തു. കുവൈറ്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയാദുസ്സാലിഹീൻ ഫാമിലി ഗ്രൂപ്പ് ജൂലൈ 19 സംസ്ഥാനതല ഖുർആൻ മനപ്പാഠ മത്സരം സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ലോഗോ പ്രകാശനം നടത്തി. ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് കേരള പ്രതിനിധിയും പ്രമുഖ പണ്ഡിതനുമായ അബ്ദുൽ ഷുക്കൂർ ഖാസിമിയിൽ നിന്ന് വ്യാപാരിയും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷാജഹാൻ രാജധാനി ലോഗോ പ്രകാശനം ചെയ്തു. അത് റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത്. 1903 അമേരിക്കയിലാണ് കണ്ടുപിടിച്ചത്. അന്ന് വരെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നോ? വിമാനം ഉണ്ടായിരുന്നോ? അടച്ചോന്റെ കാര്യം അതേപോലെ ഇല്ലെന്ന് വിചാരിച്ചു മാറി നിന്നെങ്കിൽ ഈ വിമാനം ഒന്നും ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും സമൂഹത്തിൽ നന്മ വിതറാൻ വേണ്ടി, നന്മയുടെ പൂക്കൾ, മണമുള്ള പൂക്കൾ വിതറാൻ വേണ്ടി നിങ്ങൾ ഈ വിദ്യാഭ്യാസം, നിങ്ങൾ ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസം എടുക്കത്തില്ലേ? ഈകള് അതെത്ര പൊക്കത്താ പറക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഒന്ന് സഹകരിക്കുന്നേ. എത്ര ഉയരത്തിലാണ് പറക്കുന്നത് നിങ്ങൾക്കറിയാമോ? താഴെ ഒരു കോഴിക്കുഞ്ഞോ ചെറിയ നദികളിൽ ചെറിയ മീനുകളോ അനങ്ങിയാൽ അത്ര ദൂരത്തുനിന്ന് വന്നതിനെ പിടിച്ചുകൊണ്ട് പോകാൻ പ്രാപ്തിയും കഴിവും ശേഷിയും ഞങ്ങൾക്ക് ഇത്രയുള്ളൊരു ചെറിയ പരന്താന്ന് നമ്മൾ ഓർക്കണം. പണ്ഡിതൻ അലിയാർ ഖാസിമി മുഖ്യപ്രഭാഷണം നടത്തി. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക സംഘടനകളും ഇസ്ലാമിക സ്ഥാപനങ്ങളും ഒക്കെ ഖുർആൻ പഠിച്ച കുറെ ആളുകളെ അങ്ങ് പഠിപ്പിച്ച് കടമ തീർത്തു എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയിരിക്കുന്നതിന് പകരം അവര് ഖുർആനും ഇസ്ലാമും പഠിപ്പിച്ച ആ സന്ദേശങ്ങളുടെ അതിന്റെ സ്കോളേഴ്സിനെ ഉൽപ്പാദിപ്പിച്ച് വിട്ടിട്ട് അടങ്ങിയിരിക്കുന്നതിന് പകരം അതിന്റെ ഗുണഫലങ്ങൾ സമൂഹത്തിന് അനുഭവവേദ്യമാകുന്ന വിധത്തിൽ അതിന്റെ പ്രചാരണം കൂടി ഏറ്റെടുക്കുമ്പോഴേ ലക്ഷ്യം വെക്കുന്ന നന്മ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നതിലല്ല കാര്യം, പഠിക്കുന്നതിൽ മാത്രമല്ല കാര്യം, മറിച്ചത് പഠിപ്പിക്കുക കൂടി ചെയ്യുന്നില്ല. നിങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ പഠിച്ചിട്ട് പഠിപ്പിക്കുന്നവരാണ്. ചില ആളുകൾ പഠിപ്പിക്കാറുണ്ട്, പഠിക്കുന്നില്ല. കൈ കിട്ടിയതൊക്കെ ഖുർആനാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പ്രചാരണമാണ്. വേറെ ചില ആളുകൾ പഠിപ്പിക്കലില്ല. ലോകത്തെ പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അക്കാഡമിക്കലായി പഠിപ്പിക്കലുണ്ട്. ഞാൻ പഠിച്ചു, എന്റെ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ വരാത്തവനെ ആര് പഠിപ്പിക്കും? മുനീർ ഖാസിമി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. റിയാദുസ്സാലിഹീൻ കോർഡിനേറ്റർ സാലിഹ് ബാത്ത സ്വാഗതം പറഞ്ഞു. ഉസ്താദ് അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ ഖാസിമി ഹസ്രത്ത് പ്രാർത്ഥന നിർവഹിച്ചു. ഹസനിയ പ്രിൻസിപ്പൽ സുഫിയാൻ സേട്ട, കരുനാഗപ്പള്ളി ടൗൺ പള്ളി ഇമാം മുഹമ്മദ് ഷാഹിദ് ഖാസിമി, ആബിദ് മൗലവി, വലിയകുളങ്ങര ജമാഅത്ത് ചീഫ് ഇമാം ഇർഷാദ് ഖാസിമി, മുനീർ തണ്ടാശ്ശേരിൽ, നിസാം കണ്ടത്തിൽ, മെഹർഖാൻ ചേന്നല്ലൂർ, ലത്തീഫ് അക്കോട, ഇക്ബാൽ കോയിത്തറ, പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ സുഹൈൽ ഹസനി, റിയാദുസ്സാലിഹീൻ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഇക്ബാൽ സാഹിബ, സജീവ് ഖാൻ, സവാദ, ദാറുൽ ഉലൂം ട്രസ്റ്റ് സെക്രട്ടറി അൻസാരി നദ്വി തുടങ്ങിയവർ പങ്കെടുത്തു. കുവൈത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റിയാദുസ്സാലിഹീൻ ഫാമിലി ഗ്രൂപ്പ് 3ാം തവണയാണ് സംസ്ഥാനതല ഖുർആൻ മനപ്പാഠ മത്സരം സംഘടിപ്പിക്കുന്നത്. 3 ഘട്ടങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 35 വിദ്യാർത്ഥികളാണ് ഗ്രാൻഡ് ഫിനാലെയിൽ മാറ്റുരയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.